അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് അല്ല എംപ്ലോയ്മെൻറ്റോ അല്ലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തമ്മിലും ഈ ഒരു എൻ്റർപ്രണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കുക. ഒരു എംപ്ലോയ്മെൻറ്റിൽ ഒരാളെന്താ ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റിൽ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ കഴിവുകളും മുഴുവൻ വേറൊരാളുടെ ഡ്രീമിന് വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റൊരാൾ എംപ്ലോയർക്ക് ഡ്രീമുണ്ട്. അതായത് നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റിൽ നോർമൽ നമ്മുടെ ഒരാളുടെ എനർജി നമ്മളൊരാളുടെ ടൈം വേറൊരാൾ ഡ്രീമുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നു, കാശ് മേടിക്കുന്നു. ഇത്രയേ ഉള്ളൂ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നമ്മുടെ എനർജിയും നമ്മുടെ ഇതും നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നോർമൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയും നമ്മുടെ ടൈമും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും ആണ് നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത ഹയർ ലെവലിലേക്കുള്ള സംഭവമാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എനർജിയും മറ്റുള്ള ആൾക്കാരുടെ എനർജിയും മറ്റുള്ള ആൾക്കാരുടെ ടൈമും മറ്റുള്ള ആൾക്കാരുടെ ഫണ്ടും ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് വളർത്താം. അതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഏത് എൻ്റർപ്രണേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ അവർ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് 21st സെഞ്ച്വറിയിൽ പൈസ ഉണ്ടാക്കാൻ പൈസ ആവശ്യമില്ല. നമ്മൾ പല ആൾക്കാർ പക്ഷേ നമ്മൾ അക്വയർ ചെയ്യേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്, കുറേ സ്കില്ലുകളുണ്ട്. ഒന്ന് സെയിൽസ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയം വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ അറിയണം. ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ പ്രോബ്ലം സോൾവർ ആവണം. മറ്റുള്ള ആൾക്കാരുടെ പ്രോബ്ലം സൊല്യൂഷൻ ആയിരിക്കണം എപ്പോഴും നമ്മുടെ ജോലി. ഉള്ള കാലത്ത് പൈസ ഉണ്ടാക്കാൻ നമ്മുടെ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് പണ്ട് മുതലേ നമുക്ക് പറയാവുന്ന ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന എക്സാമ്പിളാണ് KFC. നിങ്ങൾ KFCയുടെ മാത്രം എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മാത്രം എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. 66 വയസ്സുള്ള ഒരാൾ റിട്ടയർഡ് പേഴ്സൺ തുടങ്ങിയൊരു കമ്പനി. അങ്ങനെ ഈ ഒരു ആശയം കൊണ്ട് പോയതല്ല, അത് ₹1 പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് അതായത് അദ്ദേഹം പോയി അപ്രോച്ച് ചെയ്ത എല്ലാവരും നോ പറഞ്ഞു. ആയിരത്തിൻ്റെ മുകളിൽ ആൾക്കാരോട് അദ്ദേഹം പോയി ഈ അദ്ദേഹത്തിൻ്റെ ആശയം, നല്ല ചിക്കൻ റെസിപ്പി പുള്ളിക്ക് അറിയാം, പുള്ളി അത് വെച്ച് ഉണ്ടാക്കിയ ചിക്കൻ കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് പല കാരണം അദ്ദേഹം ഹോട്ടൽ സ്വന്തമായിട്ട് തുടങ്ങുന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത്. അദ്ദേഹം വേറെ ആൾക്കാരെ കൊണ്ട് ഇത് സെല്ല് ചെയ്യാനായിട്ട് കൊടുക്കുക, അങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് റോയൽറ്റി തന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ വിറ്റോ, അതിൻ്റെ റോയൽറ്റി എനിക്ക് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് പല ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് എല്ലാവരും നോ പറഞ്ഞു. 1000-ലധികം ഹോട്ടൽ ഓണർമാരെ അദ്ദേഹം പോയി കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും നോ പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിന് അദ്ദേഹം ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ടേസ്റ്റിൽ അദ്ദേഹം 100% കോൺഫിഡൻ്റ് ആണ്. ഒരു ഹോട്ടലിലും പുള്ളി ഈ ടേസ്റ്റുള്ള സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ പ്രൊഡക്റ്റിൽ പുള്ളി കോൺഫിഡൻസ് ഉണ്ട്. പുള്ളി ഇതുകൊണ്ട് നടന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് യുവർ ചിക്കൻ? നിങ്ങളുടെ ചിക്കൻ്റെ ബ്രാൻഡ് നെയിം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പുള്ളി ബ്രാൻഡ് നെയിമിനെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചല്ല പുള്ളി തുടങ്ങിയത്. ആദ്യമായിട്ട് പുള്ളിയുടെ ചോദ്യം പെട്ടെന്ന് പുള്ളി ഒരു ഉത്തരം പറയുന്നു. കെൻഡക്കി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് അദ്ദേഹം ഉണ്ടായത്. അപ്പോൾ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ പുള്ളിയുടെ വില്ലേജിൻ്റെ പേരിട്ടു, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പേരിട്ടു. അങ്ങനെയാണ് പിന്നീട് അത് KFC ആയത്. അങ്ങനെ 1000-ലധികം ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് ആദ്യമായിട്ട് കിട്ടിയ യേസാണ്. അവിടുന്ന് തുടങ്ങിയ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. അദ്ദേഹത്തിന് ₹1 പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അദ്ദേഹം പല ആൾക്കാരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിച്ചു. അദ്ദേഹം പിന്നെ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നല്ലാതെ പുള്ളി നേരിട്ടൊരു ബിസിനസ് ചെയ്യുന്നില്ല. പുള്ളിയുടെ ബിസിനസ് പുള്ളിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരുടെ അവിടെ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, അദ്ദേഹത്തിന് സ്റ്റാഫ് വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. അതായത് ആ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല KFC എക്സ്പാൻഡ് ചെയ്തത്. ഇതുപോലത്തെ ഇഷ്ടം പോലെ ബിസിനസ്സുകളുണ്ട്.